വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഹത്വപൂർണമായ കുംഭമേളയെക്കുറിച്ചാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക. അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്നു. 2007 നടന്ന അർദ്ധ കുംഭമേളയിൽ 700 ലക്ഷം പേർ പങ്കെടുത്തതായി കണക്കാക്കുന്നു. അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കലും പൂർണ്ണ കുംഭമേള 12 വർഷത്തിലൊരിക്കലും മഹാകുംഭമേള 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷവുമാണ് നടക്കുന്നത്. 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള 2013 അവസാനമായി നടന്നത്. ഭാഗവത പുരാണം, വിഷ്ണു പുരാണം പോലുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്നും പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ്. കൂടാതെ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങളും മറ്റും നടന്നു വരുന്നു. ഒരുപാട് സന്യാസിമാർ ഈ മേളയിൽ പങ്കെടുക്കുന്നു. ഹരിദ്വാറിലെ ഗംഗാനദി, പ്രയാഗിലെ ഗംഗ, യമുന, സരസ്വതി നദികളുടെ ത്രിവേണി സംഗമം, ഉജ്ജയിനി ക്ഷിപ്രനദി, നാസിക് ഗോദാവരി നദി എന്നിവയിൽ ഒരു സ്ഥലമാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ ഓരോ സ്ഥലവും തിരഞ്ഞെടുക്കപ്പെടും. അർദ്ധകുംഭമേളയിൽ 5 കോടിയിൽ പരം വിശ്വാസികളാണ് ഓരോ തവണയും പങ്കെടുക്കുന്നത്. എന്നാൽ അത് 15 കോടിയിൽ പരം ആളുകളാണ് പൂർണ്ണ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. കുംഭമേള നടക്കുന്ന സമയത്ത് നദികളിലെ വെള്ളം അമൃതാകും എന്നാണ് വിശ്വാസം. ഓരോ വർഷവും വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ചാണ് ദിവസം തീരുമാനിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാരുടെ ജരാനര മാറുന്നതിന് വേണ്ടി അസുരന്മാരുമായി ചേർന്ന് പാലാഴി മഥനം ചെയ്തപ്പോൾ ലഭിച്ച അമൃത് പങ്കുവയ്ക്കുന്നതുമായിട്ടാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അസുരന്മാരിൽ നിന്നും തട്ടിയെടുത്ത അമൃത് ദേവസദസ്സിലേക്ക് കൊണ്ടുപോകും വഴി അമൃത് തുളുമ്പി പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളിൽ പതിക്കുകയും കുംഭമേള നടക്കുന്ന സമയത്ത് ഈ നദികളിലെ ജലം അമൃതായി തീരുമെന്നാണ് വിശ്വാസം. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.